നമസ്കാരം. നമ്മുടെ കെ സുരേന്ദ്രൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കേരളം കണ്ട ഏറ്റവും വലിയ ഭീകരനായ ടി.ജി. മോഹൻദാസിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. ഈ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളും മാടപ്രാവുകളുമായിട്ടുള്ള SDPI തുടങ്ങിയ ആളുകളുടെ പരാതിയിലാണ് കേരള പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അകത്താക്കുവാൻ ശ്രമിച്ചത്. അദ്ദേഹത്തിന് എന്തായാലും ജാമ്യം ലഭിച്ചിരിക്കുന്നു. ജാമ്യം ലഭിച്ച സാഹചര്യങ്ങൾ വളരെ രസകരമായിരുന്നു. കാരണം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ടി.ജി. മോഹൻദാസിന് വേണ്ടിയിട്ട് കോടതിയിൽ ഹാജരായത് ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ ശാസ്തമംഗലം അജിത്തായിരുന്നു. അദ്ദേഹം ഈ പ്രോസിക്യൂഷൻ, അതായത് പോലീസ് ടി.ജി. മോഹൻദാസിനെ ജാമ്യത്തിൽ വിടാതിരിക്കുവാൻ നിരത്തിയ വാദങ്ങളെയെല്ലാം ഖണ്ഡിക്കുന്ന തരത്തിലുള്ള വാദമുഖങ്ങളാണ് കോടതിയിൽ നിരത്തിയത്. ഒരു കാര്യം എടുത്തു പറയാം, ഏഷ്യാനെറ്റ് ന്യൂസിൽ ഉൾപ്പെടെ പറയുന്നുണ്ട്, കർശനമായ വ്യവസ്ഥകളോടുകൂടിയാണ് ജാമ്യം. അത്ര കർശനമൊന്നുമല്ല. സാധാരണ ഇത്തരം കേസുകളിൽ കോടതികൾ വയ്ക്കുന്ന സ്വാഭാവികമായ ഉപാധികൾ മാത്രമേ ജാമ്യ വ്യവസ്ഥയിലുള്ളൂ. കാരണം സമാനമായിട്ടുള്ള പ്രവർത്തികളിൽ ഏർപ്പെടരുത്. അതിപ്പോൾ ഞാനിപ്പോൾ ഒരാളെ തല്ലി എന്നുള്ള ആരോപണം ചുമത്തി എന്നെ കോടതിയിൽ കൊണ്ടുപോവുകയാണ്, എനിക്ക് ജാമ്യം അനുവദിക്കുമ്പോൾ സമാനമായ കൃത്യങ്ങളിൽ ഏർപ്പെടരുത് എന്നവർ വയ്ക്കും. അല്ലെങ്കിൽ ആ FIR അല്ലെങ്കിൽ ഈ കുറ്റം ചുമത്തുവാനുള്ള യാതൊരു വകുപ്പുമില്ല എന്ന് കണ്ട് എന്നെ നിരുപാധികം കോടതി വെറുതെ വിടണം. അതെന്തായാലും ഈ ഘട്ടത്തിൽ സാധ്യമല്ല. അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. അതാണ് പ്രധാനമായിട്ടുള്ള ഒരു പോയിൻ്റ്. ആ പോയിൻ്റിൽ ശാസ്തമംഗലം അജിത്ത് കോടതിയിൽ നിർത്തിയ പ്രധാന വാദമുഖങ്ങളിലൊന്ന് ഇത് പ്രതികാര നടപടിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ അറസ്റ്റ് എന്നുള്ളതാണ്. അതിനും അപ്പുറത്തേക്ക് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഒരു നോട്ടീസ് പോലും നൽകാതെയാണ് വീട്ടിലെത്തി ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത് ഇന്നലെ വൈകുന്നേരം 5 മണിക്ക്. ഈ വാദമുഖങ്ങളെല്ലാം കോടതി അംഗീകരിച്ചു. ഒരു തരത്തിലും ഇദ്ദേഹത്തെ വെറുതെ വിടരുത് എന്ന് വാദിച്ച പോലീസും പ്രോസിക്യൂഷനും ഇളഭ്യരായി എന്ന് തന്നെ പറയണം. അതിലും ഇളഭ്യരായൊരു കൂട്ടരുണ്ടായിരുന്നു. ടി.ജി. മോഹൻദാസിനെ കോടതിയിൽ എത്തിച്ചപ്പോൾ ഇന്ന് തന്നെ അദ്ദേഹത്തെ 1-2 ദിവസത്തേക്കെങ്കിലും കസ്റ്റഡിയിൽ വിടുമെന്നുള്ള പ്രതീക്ഷയിൽ അദ്ദേഹത്തിനെതിരെ മുദ്രാവാക്യം വിളികളുമായി കോടതി പരിസരത്ത് വന്നുകൂടിയിരുന്ന ഇടത് ജിഹാദി സംഘടനകളിലെ ചില വേന്ദ്രന്മാരായിരുന്നു. ജാമ്യം ലഭിച്ചതറിഞ്ഞതോടുകൂടി അവർ നിരാശരായി സ്ഥലം വിട്ടു. BJPക്കാരും ടി.ജി. മോഹൻദാസിനെ സ്നേഹിക്കുന്നവരുമായിട്ടുള്ള ചിലർ കോടതി പരിസരത്തുണ്ടായിരുന്നു. അവർ ഈ മുദ്രാവാക്യം വിളിച്ച് ക്ഷീണിച്ച ഇടത് ജിഹാദി പയ്യന്മാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആവാസ വ്യവസ്ഥയിൽ നിന്ന് വന്ന ജീവികൾക്ക് ഒരു ബോഞ്ചി വെള്ളമെങ്കിലും, തിരുവനന്തപുരം ഭാഷയിലെ ബോഞ്ചി വെള്ളമെങ്കിലും, നാരങ്ങ വെള്ളമേ എങ്കിലും മേടിച്ചു കൊടുക്കാൻ കരുതി അന്വേഷിച്ചപ്പോൾ ഒരുത്തനെയും കാണാനില്ലായിരുന്നു എന്നാണ് അവർ പറയുന്നത്. അവരുടെ ഭാഷ്യമാണ്, എൻ്റെ ഭാഷ്യമല്ല. അപ്പോൾ ടി.ജി. മോഹൻദാസ് സാറിലേക്ക് തിരികെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ജാമ്യം നേടി പുറത്തിറങ്ങുമെന്നുള്ള കാര്യം ഏതാണ്ടെന്ന് ഉറപ്പ് തന്നെയായിരുന്നു. കാരണം ഒരു തരത്തിലും നിലനിൽക്കാത്ത ശ്രീ ശാസ്തമംഗലം അജിത്ത് കോടതിയിൽ പറഞ്ഞതുപോലെ തന്നെ പ്രതികാര ബുദ്ധിയോടുകൂടിയുള്ളൊരു നടപടിയായിരുന്നു ഈ കസ്റ്റഡിയിലെടുക്കൽ. ആഭ്യന്തരമന്ത്രിക്കും പോലീസിനും ആരെയൊക്കെയോ പ്രീണിപ്പിക്കുവാൻ വേണ്ടി ഇത്തരത്തിലൊരു നടപടി എടുത്തേ മതിയാകുകയുള്ളൂ. ഒരു ദിവസം ടി.ജി. മോഹൻദാസിനെ ജയിലിൽ അടയ്ക്കണം എന്നുള്ള ഒരു വാശി. അപ്പോൾ ഒരു ജിഹാദിയുടെ പോസ്റ്റ് കണ്ടിരുന്നു ഇന്നലെ രാത്രി. ആംഡ് റിസർവ്ഡ് ക്യാമ്പിലാണ് ടി.ജി. മോഹൻദാസിനെ കിടത്തിയത്. ചോദ്യം ചെയ്യലായിരുന്നു രാത്രി മുഴുവൻ. ഇടയ്ക്കൊന്ന് ഉറങ്ങുവാൻ തുടങ്ങിയപ്പോഴത്തേക്ക് വീണ്ടും വിളിച്ചുണർത്തി ചോദ്യം ചെയ്തു. എല്ലാവരും ഉപേക്ഷിച്ചു പോയി. RSS ഉപേക്ഷിച്ചു, BJP ഉപേക്ഷിച്ചു. RSSും BJPയും ഒന്നും ടി.ജി. മോഹൻദാസിനെ എന്തായാലും ഉപേക്ഷിക്കുവാൻ പോകുന്നില്ല. അത് ടി.ജി. മോഹൻദാസിനെ അറിയാത്തത് കൊണ്ടാണ്. RSSനെയും BJPയും കുറിച്ച് നിങ്ങൾ എന്തും പറഞ്ഞോളൂ. ടി.ജി. മോഹൻദാസിനെ കുറിച്ച് അധികം ആർക്കും അറിയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം. ശബരിമല സ്ത്രീ പ്രവേശന വിഷയം, ആ വിഷയത്തിൽ എനിക്കും നിങ്ങൾക്കുമുള്ള, അയ്യപ്പ ഭക്തന്മാർക്കുമുള്ള അഭിപ്രായമായിരുന്നില്ല ടി.ജി. മോഹൻദാസിനുള്ളത്. ഇപ്പോഴുമല്ല. അദ്ദേഹം അത് പല വേദികളിലും തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യം എനിക്ക് നിങ്ങളുടെ അഭിപ്രായമല്ല ഉള്ളത് എന്ന് എന്നോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പൊതുവേദികളിൽ ഈ വിഷയം ചർച്ചയാകുമ്പോൾ സ്ത്രീ പ്രവേശനം ആചാരപൂർവ്വമായിരിക്കണമെന്നുള്ള അഭിപ്രായത്തിന് ഒരല്പം വ്യത്യസ്തമായ അഭിപ്രായമാണ് എനിക്കുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ അത് അദ്ദേഹം എന്തുകൊണ്ട് പൊതുമണ്ഡലങ്ങളിൽ ഒരിക്കലും പ്രകടിപ്പിച്ചിട്ടില്ല എന്നുള്ള എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ?
അദ്ദേഹത്തിൻ്റെ സംഘടന, അദ്ദേഹം വിശ്വസിക്കുന്ന സംഘടന, അദ്ദേഹം പ്രവർത്തിച്ചു വരുന്ന സംഘടന ഇത്രയും കാലമായിട്ട് യാതൊരു അടി പോലും വ്യതിചലിക്കാതെ അദ്ദേഹം സഹയാത്രികനായി നടക്കുന്ന സംഘടനയുടെ അഭിപ്രായം ആചാരപൂർവമായിരിക്കണം ഈ ശബരിമലയിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്ന ആയതോടുകൂടി, കാരണം ശബരിമലയിലെ ഭക്തന്മാരെ മാനിച്ച് അതേ വികാരങ്ങൾ മാനിച്ച് അദ്ദേഹം ആ അഭിപ്രായം ഒരിക്കലും പുറത്തു പറഞ്ഞിട്ടില്ല. ആ അഭിപ്രായത്തെ മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് വേണ്ടി അദ്ദേഹം വാദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ടി ജി മോഹൻദാസ്. RSS ടി ജി മോഹൻദാസിനെയോ ടി ജി മോഹൻദാസ് RSSനെയോ കൈവിടുന്നൊരു കാലമുണ്ടാകുമെന്ന് ഏതെങ്കിലും ജിഹാദി സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അത് വെറുതെയാണ് കുഞ്ഞെ. പിന്നെ ഈ പറയുന്നത് പോലെ അറസ്റ്റിൻ്റെ കാര്യത്തിൽ ഇന്ന് കേരളമാകെ ജിഹാദികളുടെ നെഞ്ചത്തടിയും നിലവിളിയുമാണ്. അതിലും വലിയ നിലവിളിയാണ് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഫ്ലോറിൽ നിന്ന് കേൾക്കുന്ന അബ്ജോദ് പറയുന്നത് കേട്ടു. ഇനി ആ സ്റ്റേഷനിൽ നിന്ന് സമാനമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ഇതിനൊരു തീരുമാനമുണ്ടാകുന്നവരെ ഉണ്ടാകില്ലെന്ന് പ്രതീക്ഷിക്കാമെന്ന്. സമാനമായ കുറ്റകൃത്യമെന്നല്ല, സമാനമായ കൃത്യത്തിൽ ഏർപ്പെടരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുറ്റകൃത്യം എന്നുള്ളത് വിധിക്കുവാൻ അബ്ജോദിന് അധികാരം വരുന്നൊരു കാലം കാനോൻ നിയമം വരണം. അതായത് അബ്ജോദിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്നത് ഞാനൊരു ഈശ്വരവിശ്വാസിയല്ല, പക്ഷേ ഓണം, വിഷു ഇവയൊക്കെ ഒഴികെ ബക്രീദ്, ഈസ്റ്റർ, ക്രിസ്മസ്, റംസാൻ ഒക്കെ ഞാൻ ആഘോഷിക്കും. ഇതാണ് ഈ പറയുന്ന പോലെ പഴയ ഏതോ ഒരു സിനിമയിൽ സൈനുദ്ദീൻ്റെ ഒരു കഥാപാത്രമുണ്ട്, ഷേർഷാ. ഷേർഷാ ഹിന്ദുവല്ല, ക്രിസ്ത്യാനി, ഷേർഷായ്ക്ക് ജാതിയില്ല, മതമില്ല, പക്ഷേ മുസ്ലിമാണ് എന്ന് പറയുന്നത് പോലെ. അതാണ് അബ്ജോദിനെ പലപ്പോഴും കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ സ്ക്രീൻഷോട്ടായിട്ടോ മറ്റോ കാണാനിട വരുമ്പോഴോ എനിക്ക് തോന്നാറുള്ളത്. വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നു നമ്മൾ. ടി ജി മോഹൻദാസിലേക്ക് തിരികെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ആരെ പ്രീണിപ്പിക്കാനാണെങ്കിലും ഇടത് ജിഹാദി ആവാസ വ്യവസ്ഥയെ, അതിൽ തന്നെ പ്രത്യേകിച്ച് ജിഹാദി ആവാസ വ്യവസ്ഥയെ പ്രീണിപ്പിക്കുവാൻ വേണ്ടി ആഭ്യന്തര വകുപ്പും കേരള പോലീസും ചേർന്ന് കളിച്ച ഒരു അറസ്റ്റ് പ്രഹസന നാടകത്തിൻ്റെ മുഖത്തേറ്റൊരടിയാണ് അദ്ദേഹത്തിനുള്ള ജാമ്യം. കാരണം മുഖത്തേറ്റ അടി എന്ന് പറയുന്ന അപ്രതീക്ഷിതമായൊരു അടിയല്ല. കാരണം നിയമം അറിയാവുന്ന ആർക്കും അറിയാമായിരുന്നു ന്യായാധിപൻ്റെ മുൻപിലെത്തിയാൽ അധികം താമസമില്ലാതെ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുമെന്നുള്ളത്. ഏതാണ്ട് 3:30 കൂടിയാണ് വൈദ്യപരിശോധനയ്ക്കൊക്കെ ശേഷം അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കിയത്. ഇപ്പോൾ 1 മണിക്കൂർ കഷ്ടിയെടുത്തുള്ളൂ അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുവാൻ വേണ്ടി. അതാണ് പറഞ്ഞത്, ന്യായാധിപൻ്റെ മുൻപിലെത്തിയാൽ അപ്പോൾ പുറത്തിറങ്ങുന്ന തരത്തിലുള്ള ഒരു കേസാണ്, അല്ലെങ്കിൽ ഒരു ആരോപണമാണ് അദ്ദേഹത്തിൻ്റെ മേൽ ഉന്നയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം അറിയാമല്ലോ. ദില്ലിയിൽ സമരാഭാസം നടത്തിയവരെ വിമർശിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ആരോപണം. വിമർശിച്ചു എന്നല്ല, ആക്ഷേപിച്ചു എന്നാണ്, അധിക്ഷേപിച്ചു എന്നാണ് ഏഷ്യാനെറ്റ് ന്യൂസും ഉൾപ്പെടെയുള്ള മലയാള മാധ്യമങ്ങൾ, മാമകൾ പറയുന്നത്. ഇനി ഇന്നലെ തന്നെ ഇതിൻ്റെ ഒരു ഇരട്ടത്താപ്പ് ഞാൻ പറഞ്ഞിരുന്നു. പ്രധാനമന്ത്രിയുടെ മാതാവിനെ വരെ അസഭ്യം പറയുന്നത് പ്രധാനമന്ത്രി വിമർശിച്ചതാണ്, ടി ജി മോഹൻദാസ് അധിക്ഷേപിച്ചതാണ്. എന്തായാലും ടി ജി മോഹൻദാസിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. ഈ ഏഷ്യാനെറ്റ് ന്യൂസ് ഉൾപ്പെടെയുള്ള മാമകളോടും, അതായത് മലയാള മാധ്യമങ്ങളോട് തെറ്റിദ്ധരിക്കരുത്, ഇടത് ജിഹാദി ആവാസ വ്യവസ്ഥയോടും പറയുവാനുള്ളത് 2 കാര്യങ്ങൾ മാത്രമാണ്. കരച്ചിലും നിലവിളിയും തുടർന്നോളൂ. പിന്നെ അതിലും പ്രധാനമായിട്ട് തരത്തിൽ പോയി കളിയട ചള്ള് ചെക്കന്മാരെ. ഇത് ഞാൻ പറയുന്നതല്ല, ട്വിറ്ററിൽ, പഴയ ട്വിറ്റർ, ഇപ്പോഴത്തെ എക്സിൽ പിള്ളേർ പറയുന്നതാണ്. അത് നിങ്ങളോടൊന്ന് നിങ്ങൾക്ക് കൈമാറി എന്ന് മാത്രമാണ് സന്ദേശം. എന്തായാലും തരത്തിൽ പോയി കളിക്കൂ, മിസ്റ്റേഴ്സ് ആൻഡ് മിസ്സസ് ആൻഡ് മിസ് ജിഹാദീസ്, കോമ്രേഡ്സ് ആൻഡ് മാമാസ്. അപ്പോൾ ആ ഒരു സന്ദേശത്തോടു കൂടി നമുക്ക് തൽക്കാലം ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കാം. കാരണം ഈ വിഷയത്തിൽ ഒരു വലിയ ഇരട്ടത്താപ്പ് ഒളിഞ്ഞു കിടപ്പുണ്ട്. ആ വിഷയത്തെക്കുറിച്ച് വിശദമായിട്ടുള്ള ചർച്ചകൾ വേണ്ടി വരും. കാരണം ടി ജി മോഹൻദാസ് സാറിനെ അറസ്റ്റ് ചെയ്തു, ചിലരെ അറസ്റ്റ് ചെയ്യാതെ വിട്ടിട്ടുണ്ട്. ജാൻമണിയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ചില ജിഹാദികളെ അറസ്റ്റ് ചെയ്ത വാർത്തകൾ മുക്കുവാൻ വേണ്ടി കൂടിയാണ് ടി ജി മോഹൻദാസിൻ്റെ ഈ അറസ്റ്റ് എന്നൊരാരോപണം ഉയരുന്നുണ്ട്. ആ ആരോപണങ്ങളിൽ കഴമ്പില്ല എന്ന് നമുക്ക് പറയുവാനും സാധിക്കില്ല. അത് സംബന്ധിച്ച് വിശദമായൊരു ചർച്ച തന്നെ ഇന്ന് തത്വമയി ന്യൂസ് പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ വിഷയത്തിൽ തൽക്കാലം കൂടുതലൊന്നും പറയുന്നില്ല. എന്തായാലും ജിഹാദികൾക്കും ഇടത് ആവാസ വ്യവസ്ഥയ്ക്കും ഇന്ന് ഉറക്കമില്ലാത്ത രാത്രിയായിരിക്കും. ഏഷ്യാനെറ്റ് ന്യൂസിന് അതിലും ഉറക്കമില്ലാത്ത രാത്രികളാണ് വരുവാൻ കിടക്കുന്നതെന്നാണ് അവരുടെയൊക്കെ മുഖഭാവവും ശരീരഭാഷയും വാർത്ത അല്ലെങ്കിൽ അവതരിപ്പിക്കുമ്പോഴുള്ള ശബ്ദത്തിലെ ഗദ്ഗതവുമൊക്കെ നമ്മളോട് വിളിച്ച് പറയുന്നത്. എന്തായാലും ടി ജി മോഹൻദാസ് സാറിന് അഭിനന്ദനങ്ങൾ, സന്തോഷമറിയിക്കുന്നു അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചതിൽ. പ്രേക്ഷകരുടെ ഈ വിഷയത്തിലുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക.
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.